+2 VHSC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഫലം പ്രഖ്യാപിക്കും. വിദ്യാർത്ഥികളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുമെന്നുള്ള വാർത്ത പുറത്തു വരുന്നു. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലം പ്രഖ്യാപിക്കുന്നത്. തിരുവനന്തപുരത്ത് PRDയുടെ ചേംബറിലായിരിക്കും ഫലപ്രഖ്യാപനം ഉണ്ടാവുക. ഏകദേശം 4.52 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷാ ഫലം വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്, കാത്തിരിക്കുന്നത്. VHSCയിൽ മാത്രം 26,826 വിദ്യാർത്ഥികളും പരീക്ഷാഫലം കാത്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറിയിൽ 77.81% വിജയ ശതമാനം, VHSCയിൽ 70.06. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഫലം അതിനെ മറികടക്കുമോ, കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനത്തെ മറികടന്നുള്ളൊരു ഫലമായിരിക്കുമോ പുറത്തു വരിക എന്നുള്ളതും ഏവരും ആകാംക്ഷയോടുകൂടി, വിദ്യാർത്ഥികൾ ആകാംക്ഷയോടുകൂടി, രക്ഷിതാക്കളെല്ലാം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നുണ്ട്. ഈ വർഷം മാർച്ച് 6 മുതൽ മാർച്ച് 28 വരെ സംസ്ഥാനത്തുടനീളം നടന്ന +2 പരീക്ഷകളുടെ ഫലമാണ് ഇതോടൊപ്പം പുറത്തു വരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വിവിധ വെബ്സൈറ്റുകളിലും, പ്രത്യേകിച്ച് kerala.results.nic.in, DHSC kerala.government.in ഉൾപ്പെടെയുള്ള സർക്കാർ വെബ്സൈറ്റുകളിലും സഫലം ആപ്പ് വഴിയും ഫലം അറിയാനാകും. വെബ്സൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന മാർക്ക് ലിസ്റ്റുകൾ താൽക്കാലികമായിരിക്കുമെന്നുള്ളൊരു നിർദ്ദേശം കൂടി വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. സ്കൂളുകളിൽ, അതാത് സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന മാർക്ക്, അതിൽ എൻ്റർ ചെയ്യുന്ന റോൾ നമ്പർ, ഒപ്പം തന്നെ പരീക്ഷാഫലങ്ങളുടെ ഓരോ വിഷയങ്ങളിലെയും മാർക്കുകൾ എന്നിവ കൃത്യമായി കറക്റ്റ് ചെയ്ത് പോകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം വരുന്നുണ്ട്. ഇത് ഉപരിപഠനത്തിന് കൃത്യമായി ഇത് നോക്കി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും ഉപരിപഠനത്തിന് മുന്നോട്ട് പോവുക. മറ്റൊരു കാര്യം, പശ്ചിമേഷ്യൻ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലകളിലെ റദ്ദാക്കിയ പരീക്ഷകളുടെ ഫലവും ഇതോടൊപ്പം തന്നെ പുറത്തുവരുമെന്ന വാർത്തയും പുറത്തു വരുന്നു. എന്തായാലും വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലം പ്രഖ്യാപിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ഫലപ്രഖ്യാപനം നടത്തുന്നത്. എന്തായാലും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സർക്കാരിന്റെ വിവിധ വെബ്സൈറ്റുകളിലും സഫലം ആപ്പ് വഴിയും പരീക്ഷാഫലം അറിയാനാകും.